നമസ്കാരം. സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ പോലും കൊന്നുതള്ളുന്ന ചിലരെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മളെ പലപ്പോഴും ഞെട്ടിക്കാറുണ്ട്. അത്തരത്തിലൊരു സംഭവമാണ് കോട്ടയം ജില്ലയിലെ പാഴയിടത്ത് നടന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ വിശ്വസ്തനായി നടന്നൊരു ചെറുപ്പക്കാരൻ സ്വന്തം വല്യമ്മയെയും വല്യപ്പനെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം. ആ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനായ ഭാസ്കരൻ നായരും ഭാര്യ തങ്കമ്മയും ആ ദമ്പതികളെയാണ് അവരുടെ വീട്ടിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീടിനകത്തെ കാഴ്ച ആരുടെയും ഹൃദയം തകർക്കുന്നതായിരുന്നു. രക്തത്തിൽ കുളിച്ച 2 മൃതദേഹങ്ങൾ, സമീപം ഒരു വെട്ടുകത്തിയും ബോഡാലിയും. തെളിവ് നശിപ്പിക്കാനായി മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും വിതറിയിരുന്നു. പോലീസിനെ തുടക്കത്തിൽ കുഴപ്പിച്ചൊരു കേസായിരുന്നു ഇത്. കാരണം പുറത്തുനിന്ന് ആർക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കാൻ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് പോലീസിന്റെ സംശയം ആ കുടുംബത്തിലെ തന്നെ ഒരാളിലേക്ക് നീളുന്നത്. തങ്കമ്മയുടെ സഹോദരിയുടെ മകനായ അരുൺ ശശി. ആർക്കും ഒരു സംശയത്തിനും ഇട നൽകാതെ ഏറ്റവും വിശ്വസ്തനായി നടന്നിരുന്ന ചെറുപ്പക്കാരൻ. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴും മരണാനന്തര ചടങ്ങുകൾക്ക് മുന്നിൽ നിൽക്കുമ്പോഴും, എന്തിന് മാധ്യമപ്രവർത്തകർക്ക് കൊല്ലപ്പെട്ടവരുടെ ഫോട്ടോ എടുക്കാൻ സഹായിക്കുമ്പോഴും അരുൺ സജീവമായിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിന് എല്ലാ സഹായവും നൽകി ഒന്നും അറിയാത്തവനെ പോലെ അവൻ അഭിനയിച്ചു. പോലീസിന്റെ അന്വേഷണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചപ്പോൾ അതിന്റെ മുന്നിലും അരുൺ തന്നെയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കണ്ണ് എല്ലായിടത്തും ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ മറ്റൊരു കേസിൽ അരുൺ പോലീസിന്റെ പിടിയിലായി. കോട്ടയത്ത് നടന്ന ഒരു മാല മോഷണ കേസിലാണ് അവൻ അറസ്റ്റിലായത്. അതോടെയാണ് പാഴയിടം കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് പോലീസിന് ചില വിരലടയാളങ്ങൾ ലഭിച്ചിരുന്നു. അത് അരുണിന്റെ വിരലടയാളവുമായി ഒത്തുനോക്കിയപ്പോൾ പോലീസ് ഞെട്ടി. കൊലപാതകി അരുൺ തന്നെയാണെന്ന് അവരുറപ്പിച്ചു. പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ അവൻ എല്ലാം തുറന്നു പറഞ്ഞു. ഒരു കാർ അപകടത്തിൽപ്പെട്ട് തന്റെ പഴയ വാഹനം നശിച്ചപ്പോൾ പുതിയൊരെണ്ണം വാങ്ങാൻ പണം ചോദിച്ചിട്ട് വല്യമ്മയും വല്യപ്പനും കൊടുത്തില്ല. അതിന്റെ ദേഷ്യത്തിലാണ് അവരെ കൊലപ്പെടുത്തിയത്. മുൻപും ബന്ധുവീടുകളിൽ നിന്ന് മോഷണം നടത്തിയ ശീലം അവനുണ്ടായിരുന്നു. വിചാരണ കോടതി അരുൺ ശശിക്ക് വധശിക്ഷ വിധിച്ചു. എന്നാൽ വിചാരണക്കിടയിൽ ജാമ്യത്തിലിറങ്ങിയ അരുൺ മുങ്ങി. വർഷങ്ങൾക്ക് ശേഷം 2016-ൽ ചെന്നൈയിൽ നിന്നാണ് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ കേരള പോലീസ് അവനെ വീണ്ടും പിടികൂടുന്നത്. വ്യാജപേരിൽ അവിടെ ഒളിവിൽ കഴിഞ്ഞ് ഷോപ്പിംഗ് മാളുകളിൽ മോഷണം നടത്തി ജീവിക്കുകയായിരുന്നു അവൻ. ഈ സംഭവത്തിലെ ഏറ്റവും വലിയ ദുരന്തം അരുണിന്റെ മാതാപിതാക്കളുടേതായിരുന്നു. മകൻ ചെയ്ത കൊടും ക്രൂരതയിൽ മനം നൊന്ത് അവർ നാടുവിട്ടു. ബാംഗ്ലൂരിൽ മകളുടെ ഒപ്പം താമസമാക്കിയ അവർ അധികം വൈകാതെ മകന്റെ പ്രവൃത്തിയിലുള്ള ദുഃഖം താങ്ങാനാവാതെ മരണത്തിന് കീഴടങ്ങി. ഒരു നിമിഷത്തെ ആഗ്രഹത്തിന് വേണ്ടി ഒരു കുടുംബം മുഴുവൻ തകർന്നതിന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലാണ് പാഴയിടം ഇരട്ട കൊലപാതക കേസ്.